നമസ്കാരം. ഫുട്ബോൾ പ്യൂരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ ഡെയിലിയുടെ മറ്റൊരു എപ്പിസോഡാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ബ്ലൂ കാർഡിന്റെ ഇൻട്രൊഡക്ഷൻ. ബ്ലൂ കാർഡ് വീണ്ടും അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ്. ഈ സിൻബിൻ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇപ്പം ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. മൈറ്റ് ബി കമ്മിങ് സൂൺ. ആദ്യമേ ലോവർ ലീഗ്സിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അതിനുശേഷം മേ ബി സീനിയർ ലീഗ്സിലോട്ട് അത് വരുന്നതാണ്. നെക്സ്റ്റ് സീസൺ ഒക്കെ അതിന്റെ ഒരു ട്രയൽ റൺസ് നടക്കും. ഇപ്പൊ പതുക്കെ അത് തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് സീസൺ ഒഫീഷ്യലി ലോവർ ലീഗ്സിൽ, അതായത് തീരെ ലോവർ അല്ല, അത്യാവശ്യം ഫസ്റ്റ് ഡിവിഷനിൽ വരത്തില്ല, മേ ബി അതിന് താഴോട്ടുള്ള ലീഗുകളിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വന്നെന്ന് വരാം. ഇതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ കാർഡ് ആണ്. ബ്ലൂ കാർഡ് എന്ന് പറയുമ്പോൾ അതിൽ മിക്കവർക്ക് അറിയുമായിരിക്കും, ഈ ഒരു കാർഡ് കിട്ടുവാണെങ്കിൽ 10 മിനിറ്റത്തേക്ക് ആ പ്ലെയറിന് പിച്ചിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വരും. ഇത് കൂടുതലും കൊടുക്കാൻ സാധിക്കുക മേ ബി റെഫറീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് കൂടുതൽ ഇത് വരുന്നതെന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫാബിന്റെ ഒക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐഫാബ് ഒക്കെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫറീസിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണം. പ്ലേയേഴ്സ് ഓവറായിട്ട് റെഫറീഡ് ആയിരിക്കും ചെന്ന് ആർഗ്യൂ ചെയ്യുന്നു. ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഡാർവിൻ ന്യൂനസ് ഗബ്രിയലിന്റെ എന്തോ ഒരു ഇൻസിഡന്റ്, ഗബ്രിയൽ ആയിരുന്നു എന്തോ ഒരു ഫൗൾ ചെയ്തതിന്, അത് ഫൗൾ കൊടുക്കാനോ മറ്റോ കണ്ട് ചെന്നിട്ട് റെഫറിയോട് ചൂടായിരുന്നു, ആന്റണി ടൈലറിനോട് ചൂടായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും അന്ന് യെല്ലോ കാർഡ് ആന്റണി ടൈലർ കൊടുക്കുന്നു. പക്ഷെ ആ സ്ഥാനത്ത് ഇനി മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ കാർഡ് കൊടുക്കാൻ സാധിക്കും. പുള്ളി 10 മിനിറ്റ് വില ഇരിക്കും. പിന്നെ ഈ ടാക്ടിക്കൽ ഫൗളുകൾക്കും ഈ ബ്ലൂ കാർഡ് വരും. ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ചിലിനി യൂറോ കപ്പ് ഫൈനലിലൊക്കെ സാക്കയില് ചെയ്ത ഒരു ഫൗൾ ഇല്ല, ഒരു ടാക്ടിക്കൽ ഫൗൾ, ലാസ്റ്റ് മാൻ അല്ല, അതിനകത്ത് തന്നെ റെഡ് കാർഡ് കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ യെല്ലോ കാർഡ് കൊടുക്കും. ഈ ടീമിന് വേണ്ടി ഒരു ഫൗൾ ചെയ്തു, ഒരു ടാക്ടിക്കൽ ഫൗൾ ചെയ്തു. മാൻ സിറ്റി പെപ് ഗാർഡിയോള ആ കാര്യത്തിൽ എക്സ്പേർട്ടാണ്, എസ്പെഷ്യലി റോഡ്രിനെ വെച്ചും ഇതിനു മുമ്പ് ഫെർണാണ്ടിനെ വെച്ചും ഒപ്പോസിഷന്റെ ട്രാൻസിഷൻ ഒക്കെ ബ്ലോക്ക് ചെയ്യുക. ലാസ്റ്റ് മാൻ അല്ലാത്തതിനെ തന്നെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരിക. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യെല്ലോ കാർഡിന് വരെ ബ്ലൂ കാർഡ് ചെയ്യും. റെഡ് കൊടുക്കാൻ പറ്റുന്ന ഒഫൻസ് അല്ല, എന്നാൽ യെല്ലോ കാർഡിനേക്കാളും കുറച്ചും കൂടി ഒഫൻസ് കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഇടയിൽ ഇത് നല്ല രീതിയിൽ സ്വീകാര്യത നേടിയിട്ടില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ യുഎഫയുടെ പ്രസിഡന്റായ സഫ്രീൻ ഒക്കെ ആണെങ്കിൽ, നമ്മൾ അലക്സാണ്ടർ സഫ്രീൻ ഒക്കെയാണ് ഇതിനെ അധികം അനുകൂലിച്ചിട്ടില്ല. പുള്ളിയൊക്കെ ഇത് ഫുട്ബോളിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒക്കെ അഭിപ്രായം. അതേ സമയത്ത് റഫറീസ് കമ്മിറ്റിയും മറ്റുമൊക്കെ ഇതിന് വളരെ അനുകൂലമായിട്ട് റഫറീസിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണം. മേ ബി ദിസ് ഈസ് ബാഡ് ഫോർ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാണ് അവരുടെ നിലപാട്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ബ്ലൂ കാർഡ് കിട്ടിയാലായിട്ട് അത് റെഡ് കാർഡായി മാറുന്നതാണ്. ഒരു യെല്ലോ കാർഡ് ഒരു ബ്ലൂ കാർഡ് കിട്ടിയാലും അത് റെഡ് കാർഡായി മാറും. രണ്ട് യെല്ലോ കാർഡിന്റെ ഇത് തന്നെയാണ്. ഒരു ബ്ലൂ കാർഡ് ഒരു യെല്ലോ കാർഡ് കിട്ടിയാൽ ആള് റെഡ് കാർഡ് കിട്ടും. രണ്ട് ബ്ലൂ കാർഡ് കിട്ടിയാലും റെഡ് കാർഡ്, ആ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ നിന്ന് നേരെ നമ്മള് AC മിലാന്റെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, ആന്റോണിയോ കോണ്ടെ ആയിട്ട് ടോക്സ് നടത്തി ഓൾമോസ്റ്റ് വെർബലി അഗ്രി ചെയ്തു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷെ ഇപ്പം കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാല് അത് ഒഫീഷ്യൽ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് വെർബലി സംസാരിച്ച് റെഡി ആയെന്നുള്ളൂ. പക്ഷെ AC മിലാൻ യൂലിയൻ ലോപ്പറ്റഗീനെ സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന രീതിയിലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റേ മൊറോട്ട ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം AC മിലാന്റെ റഡാറിലുള്ളതാണ് ആന്റോണിയോ കോണ്ടെ. പക്ഷെ യൂലിയൻ ലോപ്പറ്റഗിയിലോട്ട് അവർ നോക്കുന്നുണ്ട്. മേ ബി ആന്റോണിയോ കോണ്ടയുടെ ഡിമാൻഡ്സ് ഒക്കെ ഒരു അല്പം കൂടുതലാണ് എന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട്. ഓൾറെഡി വെർബലി അവർ എന്തോ അഗ്രിമെന്റ് ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ മേ ബി ഒന്നും ഒഫീഷ്യൽ അല്ല. അതിനെ തന്നെ ലോപ്പറ്റഗിയിലോട്ട് അവർ നോക്കുന്നുണ്ട് എന്നാണ് മറ്റേ മൊറാട്ട പറയുന്നത്. മേ ബി ഈ രണ്ട് കോച്ചസിന് പേരാണ് പിയോളിനെ റീപ്ലേസ്മെന്റ് ആയിട്ട് നെക്സ്റ്റ് സീസൺ കൺസിഡർ ചെയ്യുന്നതായിട്ട് കേൾക്കുന്നത്. ആരാവും നമുക്ക് കണ്ടു നോക്കാം. കോൺട്രാക്ട് ഡിമാൻഡ്സ് ഹൈ ആണ്, അതാണ് കേൾക്കുന്ന ഒരു റൂമർ. അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ ലലീഗ പ്രസിഡന്റ് ജാവിയർ ടെബാസിനെ കുറിച്ചാണ്. നമ്മൾ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പൊ പല മീഡിയാസും, എസ്പെഷ്യലി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സപ്പോർട്ടേഴ്സിന്റെ ഇടയിൽ നിന്ന് ഈ റൂമർ കേൾക്കുന്നത് ബാർസലോണ, എസ്പെഷ്യലി ബാർസലോണയാണ് ഏറ്റവും കൂടുതൽ, ബാർസലോണ ബേസ്ഡ് മീഡിയാസ് ആണ് ഏറ്റവും കൂടുതൽ വലിച്ചിരുന്നത്. കൂടാതെ പല മറ്റ് സോഴ്സസ്, മറ്റ് പല ക്ലബുകളിൽ നിന്നുള്ള അവരുടെ ഒഫീഷ്യൽ എന്താ പറയാ ഫാൻ ബേസിൽ നിന്നും ഒക്കെ ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ജാവിയർ ടെബാസ് റയൽ മാഡ്രിഡിന്റെ സ്പോക്സ് പേഴ്സൺ ആണോ എന്നുള്ള രീതിയിൽ ചോദ്യം വരുന്നുണ്ട്. കാരണം പുള്ളി എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും റയൽ മാഡ്രിഡിനെ കുറിച്ച് അങ്ങ് ഒക്കെ അടിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗിലെ പ്രസിഡന്റ് വന്നിട്ട് ഇന്ന പ്ലെയറിനെ റയലിന് സൈൻ ചെയ്യാൻ പറ്റും, ഫൈനാൻഷ്യലി ഭയങ്കര സ്ട്രോങ് ആണ്, അഥവാ പ്രീമിയർ ലീഗിന്റെ ഇത് വന്നിട്ട് പ്രസിഡന്റ് വന്നിട്ട് മാൻ സിറ്റി ആണ് ഞങ്ങളുടെ സ്ട്രോങ്സ്റ്റ് ടീം, അടുത്ത എംബാപ്പേനെ മാൻ സിറ്റി സൈൻ ചെയ്യും, മറ്റു ടീമുകൾക്കൊന്നും ചാൻസ് ഇല്ല, മാൻ സിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് ഫൈനാൻഷ്യലി, അങ്ങനെ ഇങ്ങനെയൊക്കെ തള്ളി വിടും. സെബാസ് വന്നിട്ട് ഇപ്പൊ പറയുന്നു 50-60% ചാൻസ് എംബാപ്പ ഇവിടെ വരും. അൽഫോൺസോ ഡേവിസിന്റെ കാര്യം പറയുമ്പോൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആണ്. കൂടാതെ മറ്റേത് മറിച്ച് റയൽ മാഡ്രിഡിന് തോന്നുന്നു ഇഷ്ടം പോലെ സൈൻ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. പുള്ളി
അങ്ങ് അടിച്ചു വിടുകയാണ്. അതുപോലെ തന്നെ ബാർസലോണനെ പറ്റുന്ന സമയത്തെല്ലാം മോശമായിട്ട് പറയുക. സമ്മതിച്ചു, ബാർസലോണ മോശം സിറ്റുവേഷനിലാണ്, റയൽ മാഡ്രിഡ് സ്ട്രോങ് സിറ്റുവേഷനാണ്. പക്ഷെ അത് എപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോൾ ഇങ്ങനെ എല്ലാ മീറ്റിംഗ്സിലും എല്ലാ ഇതിലും വന്ന് ഇങ്ങനെ ഒരു പ്രസിഡന്റ് പറയാന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് ആണ്. ഒരു ക്ലബിനെ എല്ലാ ക്ലബിനെയും ഈക്വലി ട്രീറ്റ് ചെയ്യേണ്ട പ്രസിഡന്റ് ആണ്. പക്ഷെ പുള്ളിയുടെ ഈ ഒരു മാനറിസം പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഒരു PR ആയിട്ടാണോ പുള്ളി വർക്ക് ചെയ്യുന്ന രീതിയിൽ എസ്പെഷ്യലി കാറ്റലോണിയ ബേസ്ഡ് മീഡിയാസ് എല്ലാം പുള്ളിനെ ഇട്ട് വലിച്ചു കീറുന്നുണ്ട്. കൂടാതെ മറ്റു പല ക്ലബ്സിന്റെയും ഫാൻ ബേസസിൽ നിന്നും മറ്റുമൊക്കെ ചോദ്യം വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങളെന്ന്. അവിടുന്ന് നേരെ നമ്മള് UEFA പ്രസിഡന്റായ അലക്സാണ്ടർ സെഫറിനെ കുറിച്ച് അറിയാലോ. പുള്ളിയാണെങ്കിൽ മേ ബി പുള്ളിയുടെ തേർഡ് ടൈം ആണ്. ഒരു 2016 നമ്മൾ നോക്കുകയാണെങ്കിൽ മിഷേൽ പ്ലാറ്റിനിയുടെ സ്കാൻഡൽ അതൊക്കെ ഓർമ്മയുണ്ട്. ആൻസറിനെ കുറിച്ച് ഇപ്പൊ കൂടുതൽ പറയുന്നില്ല, അതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. സോ ആ ഒരു ടൈമില് ഇദ്ദേഹം തന്നെ ഇത് നമുക്ക് അടുത്തൊരു റൂള് പാസ്സാക്കിയിരുന്നു. അതായത് ഒരാൾക്ക് ടേം 3 ടൈംസ് മാക്സിമം പ്രസിഡൻഷ്യൽ ടൈമിലും കൂടാതെ മറ്റ് റോൾസിലും ഒക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊരു ഇത് പാസ്സാക്കിയിരുന്നു. പക്ഷെ ഇപ്പം അദ്ദേഹത്തിന്റെ തേർഡ് ടൈമാണ്. അതിനകത്ത് തന്നെ മേ ബി അദ്ദേഹത്തിന് ഇനിയും നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇതിന് ശേഷം. സോ അദ്ദേഹം ഈ റൂൾ എടുത്ത് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സോ 8 വർഷങ്ങൾക്ക് ശേഷം ആ റൂൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് പാസ്സാക്കിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ആ റൂൾ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സിമ്പിൾ റീസൺ, അദ്ദേഹത്തിന് വീണ്ടും പവർ വരണം, 4th ടൈം വരണം. അതിനുവേണ്ടി തന്നെയാണ്. എന്നാ ചെയ്യാനാണ്, എല്ലാവരും പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും സ്വഭാവമാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാലറ്റസറയിലോട്ടല്ല മൂവ് ബ്രേക്ക് ആയിരുന്നു ക്രിസ്ത്യൻ എറിക്സന്റെ ലാസ്റ്റ് മൊമെന്റ്സിൽ. സോ ഇപ്പം കേൾക്കുന്ന മറ്റൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ ബ്രൻഫോർഡ് മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ഇൻ സൈനിങ് എറിക്സൺ ബൈ ദ സ്റ്റാർട്ട് ഓഫ് ദ നെക്സ്റ്റ് സീസൺ ആയിരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രൻഫോർഡിൽ നിന്നാണ് താരം യുണൈറ്റഡിലോട്ട് വന്നത്. ബ്രൻഫോർഡിൽ നിന്നല്ല, ബ്രൻഫോർഡിൽ നിന്ന് ഫ്രീ ഏജന്റ് ആയിട്ടും അതേ ഒരു 6 months ഷോർട്ട് ഡീൽ അവിടെ സൈൻ ചെയ്തിരുന്നു ആഫ്റ്റർ ആ ഒരു സീരിയസ് ഇൻസിഡന്റിന് ശേഷം വന്നതിന് ശേഷം. സോ ബ്രൻഫോർഡ് ഫാൻസിനിടയിൽ വളരെ നല്ല രീതിയിലല്ല അദ്ദേഹം പോയത് സ്വീകരിക്കപ്പെട്ടത്. കാരണം ഈവൻ ബ്രൻഫോർഡ് ഓഫർ ടേബിൾ ഉണ്ടായിരുന്നിട്ടും ഹി ചൂസ് മാൻ യുണൈറ്റഡ്. ഇത് അണ്ടർസ്റ്റാൻഡ്, മാൻ യുണൈറ്റഡ് ബിഗർ ക്ലബ്ബാണ്. സോ ഈ സീസണിൽ ഡെഫിനറ്റ്ലി എറിക്സൺ വിൽ ബി ലീവിംഗ് ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ. യുണൈറ്റഡ് ആണ് കേൾക്കുന്ന റൂമർസ് ആൻഡ് ബ്രൻഫോർഡ് ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെ നേരെ നമ്മൾ വീണ്ടും കരീം ബെൻസിമ വിവാദങ്ങൾ പോകുന്നില്ല. കരീം ബെൻസിമയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ കരീം ബെൻസിമ നമുക്കറിയാം മൺഡേയിൽ ട്രെയിനിങ്ങിൽ തിരിച്ചു വന്നിരുന്നു. ആള് റെഡിയൊക്കെ ആയി. ഇൻസിഡന്റിനൊക്കെ ശേഷം ചെറിയൊരു അതിനെക്കുറിച്ചും കൂടുതൽ ഇറങ്ങുന്നില്ല. ആൾ ട്രെയിനിങ് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ, കാര്യം മൺഡേയിലൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ മൺഡേയിൽ വെച്ച് ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. ആൻഡ് ട്യൂസ്ഡേയിലെ മോർണിംഗ് ട്രെയിനിങ്ങിനിടയിൽ വെച്ച് മറ്റോ അൽ ഇത്തിഹാദിന്റെ കോച്ചായ ഗല്ലാർഡോ ബെൻസിമയോട് ഒറ്റയ്ക്ക് പോയി ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. അതായത് ഗ്രൂപ്പിനൊപ്പം ട്രെയിൻ ചെയ്യേണ്ട, ഫിറ്റ്നസും മറ്റുമൊക്കെ ഒറ്റയ്ക്ക് പോയി ട്രെയിൻ ചെയ്ത് റെഡിയാക്കിയിട്ട് ഗ്രൂപ്പിനോടൊപ്പം ട്രെയിൻ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു, ഓർഡർ കൊടുത്തു. ബെൻസിമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയാണെങ്കിൽ ട്രെയിൻ ചെയ്യാതെ ആ ട്രെയിനിങ് സെക്ഷനിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാണ് മാർക്കൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ബെൻസിമയുടെ കാര്യം അവിടെ ഒരല്പം ഇതാണ്. മേ ബി ഹി മൈറ്റ് ബി മൂവിങ് ഔട്ട് ഫ്രം ദിസ് ക്ലബ്. എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയിൽ തന്നെ വേറെ ഏതെങ്കിലും ക്ലബിലോട്ട് പുള്ളി നീങ്ങാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ് നെക്സ്റ്റ് സമ്മറിൽ. സോ എന്തായാലും അൽ ഇത്തിഹാദുമായിട്ടുള്ള ബെൻസിമയുടെ റിലേഷൻ, എസ്പെഷ്യലി ടീംമേറ്റ്സുമായിട്ടും അതുപോലെ കോച്ചുമായിട്ടും ഗല്ലാർഡോയായിട്ടും ഉള്ള റിലേഷൻ, ഇതിനു മുമ്പ് എസ്പെറിറ്റോ സാന്റോസുമായിട്ട് ഇഷ്യൂ ആയി, ഇപ്പം ഗല്ലാർഡോയായിട്ട് ഇഷ്യൂ ആയി. സോ ബെൻസിമയുടെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിട്ട് അവിടെ പോകുന്നില്ല ഈ ഇത്തിഹാദ്. സോ അവിടുന്ന് നേരെ നമ്മള് കുബാർസിയുടെ കാര്യമാണ് പറയാനുള്ളത്. 17 വയസ്സുകാരനായ ബാർസലോണയുടെ സെന്റർ ബാക്ക് പാവ കുബാർസി. നമുക്കറിയാം ഈ സീസൺ സാവി അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്ത് പല ഇമ്പോർട്ടന്റ് മാച്ചസിലും അദ്ദേഹം സെന്റർ ബാക്ക് ആയിട്ട് ബാർസലോണയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ആൻഡ് ഹി ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ഇൻ ദ ടീം. സോ അദ്ദേഹത്തിന് ഒരു 10 million euros റിലീസ് ക്ലാസ് ആണുള്ളത്. സോ നമുക്കറിയാം അദ്ദേഹം ബാർസ അത്ലറ്റിയുടെ പ്ലെയർ ആണ്, ലാമാസിയ പ്രോഡക്റ്റ് ആണ്, ഫസ്റ്റ് ടീമിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ 18 വയസ്സായതിനു ശേഷം അതായത് ഫസ്റ്റ് ടീമിൽ രജിസ്റ്റർ ചെയ്യുകയും മേ ബി ഒരു ബിഗർ റിലീസ് ക്ലോസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ബാർസയ്ക്ക് സാധിക്കും. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് 10 million റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ. പക്ഷെ അദ്ദേഹം ബാർസയിൽ തന്നെ നിൽക്കൂ എന്നുള്ള നിലപാടിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ ഫുട്ബോൾ ആണ്, മണി ടോക്സ്. അദ്ദേഹം പോകത്തില്ല എന്നാണ് വിശ്വാസം. ആൻഡ് ഹിസ് ഡ്രീം ഈസ് ടു പ്ലേ ആസ് ബാർസലോണ പ്ലെയർ ആൻഡ് സക്സീഡ് ആസ് എ ബാർസലോണ പ്ലെയർ എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സും മറ്റുമൊക്കെ ഇതിന്റെ റൂമേഴ്സിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഹി വിൽ ബി സ്റ്റേയിങ് അറ്റ് ബാർസലോണ എന്ന് തന്നെയാണ് കാറ്റലോണിയ ബേസ്ഡ് മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തായാലും തീരുമെന്ന്. എന്തായാലും വളരെ ഹൈലി ഫ്യൂച്ചർ ഓറിയന്റഡ് പ്രോഡക്റ്റ് ആണ് ബാർസയുടെ. ആൻഡ് ഹീസ് പെർഫോമിംഗ് വെൽ ദിസ് സീസൺ. സോ അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെനി ഓറോയിൽ റയൽ മാഡ്രിഡിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിരുന്നു.
ആൻഡ് മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റാഫേൽ വരാൻ ടൈപ്പ് എന്താ പറയാ ഒരു പ്രൊഫൈലായിട്ടാണ് ലെനിയോറ 18 വയസ്സുകാരനായ ഈ ഫ്രഞ്ച് ഡിഫൻഡറിനെ റയൽ മാഡ്രിഡ് കാണുന്നതും റയൽ മാഡ്രിഡ് മാത്രമല്ല ലിവർപൂള് പി എസ് സി പ്ലെയറിന് വേണ്ടി സീരിയസ് ആയിട്ട് കുറച്ച് നാളായിട്ട് പുറകെ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് നോക്കാം ലിനിയോറയിൽ എന്തായാലും സമ്മറിൽ റയൽ മാഡ്രിഡ്, ലിവർപൂൾ, PSG പോലത്തെ വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് പുറകെ കാണും. ബട്ട് റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുവെ അവര് എടുക്കാനായിട്ടുണ്ട്. സോ ഈ 18 വയസ്സുകാരെ എന്തായാലും കമ്മിങ് സമ്മറിൽ റയൽ മാഡ്രിഡിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ സെൻട്രൽ ബാക്സ് ടാർഗറ്റ് ലിസ്റ്റിൽ ടോപ്പ് പ്രയോറിറ്റി തന്നെയാണെന്ന് മാർക്ക മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ സ്പാനിഷ് ബേസ്ഡ് മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം എന്തായാലും ഒരു റാഫേൽ വരാൻ ടൈപ്പ് പ്ലെയർ എന്നാണ്, നെക്സ്റ്റ് റാഫേൽ വരാൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. സോ അവിടുന്ന് നേരെ നമ്മള് മറ്റൊരു ന്യൂസ് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ തിയാഗോയ്ക്ക് അൽക്കാൻഡ്രയ്ക്ക് വീണ്ടും ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ആർസണലിനെതിരെയുള്ള മാച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അദ്ദേഹം വന്നിരുന്നു വളരെ ലോങ് ടൈമിന് ശേഷം, പക്ഷെ വീണ്ടും അതിനിടയിൽ വെച്ച് വീണ്ടും ഒരു മസിൽ ഇഞ്ചുറി, ആ ഒരു അപ്പിയറൻസ് കുറച്ചു നേരം കളിച്ചുള്ള ആ ടൈമിൽ അദ്ദേഹത്തിന് വീണ്ടും വരികയും ഹീസ് ഔട്ട്. എത്ര നാളത്തേക്ക് ഔട്ട് ആണെന്നുള്ള കാര്യമൊക്കെ പിന്നീട് വരുന്നതാണ്. ഹീസ് ഔട്ട്. സോ അവസാനമായിട്ട് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്ലുമിനീസി ആണെങ്കിൽ ആർസണലിന്റെ വിങ്ങറായ മാർക്കിനോസിന് ലോൺ ഡീലിൽ എത്തിക്കാനായിട്ട് ഒരു ഡീൽ അഗ്രി ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്മിങ് ഡേയ്സിൽ തന്നെ ആള് ഫ്ലുമിനീസിൽ ചേരുന്നതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സാവ് പോളോയിൽ നിന്നാണ് ഈ 20 വയസ്സുകാരൻ ആർസണലിലോട്ട് വന്നത്. സോ അന്ന് 3 മില്യൺ യൂറോസിനാണ് സൈൻ ചെയ്തത്. പക്ഷെ ആൾക്ക് വേണ്ട ഒരു മിനിറ്റ്സ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ആൻഡ് ആള് വളരെ റോ ആണ്, യങ് ആണ്. സോ ഇപ്പൊ സാക്കയും മാർട്ടിനെല്ലിയും ഒക്കെ ട്രൊസാഡും ഒക്കെ ഉള്ളതിനാൽ തന്നെ ചാൻസ് കിട്ടാൻ പാടുമാണ്. സോ അതിനകത്ത് തന്നെ ആൾക്ക് കൂടുതൽ എക്സ്പീരിയൻസും മറ്റും കിട്ടാനായിട്ട് മേ ബി നെക്സ്റ്റ് സീസൺ ബ്രസീലിയൻ സിറിയ ഉടനെ തുടങ്ങും, ഈ സീസൺ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സോ അതിനകത്ത് തന്നെ ആള് ഫ്ലുമിനീസിലോട്ട് ഒരു ലോൺ ഡീലിന് പോവുകയാണ്. ആൻഡ് ആർസണൽ ഹാസ് അക്സെപ്റ്റഡ് ദ പ്രൊപ്പോസൽ. സോ നമ്മൾ നോക്കാം എന്തായാലും ബൈ ഓപ്ഷനോ ഒന്നുമില്ല, 1 ഇയർ ലോൺ ഡീൽ എന്നാണ് കേൾക്കുന്നത്. സോ നമ്മൾ നോക്കാം എന്താ തീരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പൊ മറ്റൊരു വീഡിയോ കാണാതിരിക്കും.